ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് സഭയിലെ കുഞ്ഞു വിശുദ്ധനായ വിശുദ്ധ ഡൊമിനിക് സാവിയ പുണ്യാളൻ്റെ തിരുനാൾ ദിവസമാണ്. 1842 ഏപ്രിൽ മാസം 2-ാം തീയതി ജനിച്ച് തൻ്റെ 14-ാമത്തെ വയസ്സിൽ 1857 മാർച്ച് 9-ാം തീയതി മരണം വരിച്ച ഒരു വിശുദ്ധൻ. നന്നേ ശൈശവത്തിലെ സെമിനാരിയിലേക്ക് പോയി ഒരു വൈദികനാകണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ പേറി സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കെ ശ്വാസകോശ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഭവനത്തിൽ വെച്ച് അദ്ദേഹം നിര്യാതനാവുകയാണ് ചെയ്യുക. ദൈവരാജ്യം ഭാവനയിൽ കണ്ടുകൊണ്ട് തൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ ദൈവം സ്വർഗത്തിലിരിക്കുന്നത് വിളിക്കുന്നത് കണ്ട് തൻ്റെ പിതാവിനോട് ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് പറന്നുയരുന്ന ധന്യവിശുദ്ധൻ. വിശുദ്ധിയോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആഗ്രഹവും സ്നേഹവും പരിഗണിച്ച് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് 1954 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രസകരമായ ഒരു സംഭവം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൊന്നിച്ച് കളിക്കുന്ന വൈകുന്നേരത്തെ സമയം 1 മണിക്കൂർ കളിക്കാനുണ്ടായിരിക്കെ കാപ്പിക്കുടി കഴിഞ്ഞ് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയ കുട്ടികളെ റെക്ടറച്ചൻ പെട്ടെന്ന് ബെല്ലടിച്ച് തിരിച്ചു വിളിച്ചു. ആ കുഞ്ഞുങ്ങളെല്ലാം അച്ഛൻ്റെ ചുറ്റും കൂടി നിന്നപ്പോൾ അവർ കൗതുകത്തോടെ ചോദിച്ചു, എന്തിനാ അച്ഛ നേരത്തെ മണിയടിച്ചേ? ഇനിയും 3/4 മണിക്കൂർ സമയം കൂടെ കളിക്കാനുണ്ടല്ലോ. അദ്ദേഹം അല്പം ഗൗരവം മുഖത്ത് കൊണ്ടുവന്ന് അദ്ദേഹം തൻ്റെ സെമിനാരിക്കാരോട് പറഞ്ഞു, മക്കളെ 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ലോകം അവസാനിക്കും, നമ്മളൊക്കെ മരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഈ അവസാനത്തെ 10 മിനിറ്റ് നിങ്ങളിനി എന്ത് ചെയ്യും? സെമിനാരിക്കാർ അവരുടെ പല ഉത്തരങ്ങൾ നൽകുകയാണ്. ചിലർ പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം. ചിലർ പറഞ്ഞു, എനിക്ക് പപ്പയെ കാണണം, മമ്മിയെ കാണണം. ചിലർ കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് വെള്ളയുടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് കിടക്കാൻ തയ്യാറായിട്ട് പോവുക. ഇതിനിടയിൽ കൂട്ടത്തിൽ കിശുവായ ഡൊമിനിക്ക് ഉത്തരവൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് റെക്ടറച്ചൻ അവനോട് ചോദിച്ചു, മോനെ ഡൊമിനിക്ക്, നീ എന്താ ഒന്നും പറയാത്തേ? അതിന് അവൻ അച്ഛന് കൊടുത്ത ഉത്തരം ഇങ്ങനെ, അച്ഛ 10 മിനിറ്റും കൂടെ സമയമുണ്ടല്ലോ ലോകം അവസാനിക്കാൻ. അച്ഛൻ സമ്മതിച്ചാൽ ആ 10 മിനിറ്റും കൂടെ ഞാൻ പോയി കളിച്ചോട്ടെ. സെമിനാരിക്കാരൻ ആയിരിക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുക. അന്ന് അദ്ദേഹം രോഗബാധിതനായിരുന്നില്ല. പിന്നീട് രോഗബാധിതനായി മരണത്തിന് കീഴടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ അന്വർത്ഥമാവുക. കർത്താവെ, നീ എപ്പം വിളിച്ചാലും ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മരണമെന്ന വിനാഴികയെ ഏറ്റവും അടുത്ത് കണ്ടുകൊണ്ട് അതിനനുസൃതമായ ഒരു ജീവിതം നയിക്കാൻ ദൈവം എപ്പോൾ വിളിച്ചാലും കണക്ക് കൊടുത്ത് അകത്ത് കയറാനുള്ള വ്യഗ്രതയോടെ ജീവിച്ച ഒരു വിശുദ്ധൻ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട അതിന് ഭാഗത്ത് ഈശോയുടെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെയുമായിട്ട് കടന്നു വന്ന മാതാപിതാക്കന്മാരെ തടയുന്ന ശിഷ്യന്മാർ പകലന്തിയോളം
ഈശോ വചനപ്രഘോഷണവുമായിട്ട് ഓടി നടക്കുന്നതിനിടയിൽ മടുത്ത് കഷ്ടപ്പെട്ടൊരു മൂലയ്ക്ക് ഇരിക്കുമ്പോഴാണ് ശിഷ്യന്മാർ ഈശോയോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് പറഞ്ഞത്, ഈശോയെ ശല്യപ്പെടുത്തണ്ട, വേണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പൊക്കോ. പക്ഷെ ഈശോ ആ കുഞ്ഞുങ്ങളെല്ലാം തങ്ങളുടെ അടുക്കിലേക്ക് വിളിച്ച് അവരെല്ലാം ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് യാത്രയാക്കുക. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുക, അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്നുകൂടെ ഈശോ പറഞ്ഞു വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഈശോ തുറന്നു തരുന്ന അനുഗ്രഹത്തിൻ്റെ പറുദീസായെ നിഷേധിക്കാൻ, അതിൽ നിന്ന് ഓടിയകലാൻ നമ്മൾ ആഗ്രഹിക്കരുത്. കുഞ്ഞുങ്ങളിലൂടെ ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകുന്നത് അവസരമായി കണ്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിലുപരിയായി ഈശോ പറയുന്നു, കുഞ്ഞുങ്ങളെ പോലെ ആകുന്നവന് മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമാവുക. ശിശുക്കളുടെ പ്രത്യേകത നമുക്കറിയാം. ഡൊമിനിക് സഭയെക്കാളും കുഞ്ഞുങ്ങളായിട്ടുള്ളവരാണല്ലോ ശിശുക്കളെന്ന് പറയുക. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തിനും ഏതിനും അവർക്ക് അപ്പൻ്റെ, അമ്മയുടെ, മറ്റുള്ളവരുടെ സഹായം വേണം. ഇപ്പോഴ് മോഡേൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും, ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവരെ സഹായിക്കാൻ അവരുടെ മാതാപിതാക്കളുണ്ടാകണം. മാതാപിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രാജാക്കന്മാരാണെന്നാണ് അവർ പറയുന്നത്. അത്രയ്ക്ക് ബലമുണ്ട് അവരുടെ വാക്കുകൾക്ക്. മാതാപിതാക്കളുടെ ഒരു കൂട്ടുണ്ട് അതിൽ. ഈ ആശ്രയബോധത്തെയാണ് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദൈവം കൂടെയുണ്ട് എങ്കിൽ എനിക്കെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന പൗലോസ്ലീഹയെ പോലെ തമ്പുരാനിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറണം. കർത്താവെ, നിന്റെ കൈപിടിച്ചുകൊണ്ട് എവിടെ വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഏത് പാതാളത്തിലേക്കും പോകാം, ഏത് നരകത്തിലേക്കും പോകാം, നീ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ബലമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടത്. ഒരു കുഞ്ഞ് അവൻ്റെ മാതാപിതാക്കളിൽ വിലയം പ്രാപിക്കുന്നത് പോലെ, ചേർത്ത് പിടിക്കുന്നത് പോലെ, ഏത് ശത്രു വന്നാലും, ഏത് പാമ്പ് വന്നാലും, ഏത് ദുഷ്ടാത്മാവ് വന്നാലും അതിനെയൊക്കെ കീഴടക്കാൻ ഞാനും എൻ്റെ പപ്പയും കൂടെ തീരുമാനിച്ചാൽ, ഞാനും എൻ്റെ അമ്മയും കൂടെ നിർവഹിച്ചാൽ നടക്കുമെന്ന് അവൻ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കരം ചേർത്ത് പിടിച്ച് പറയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. ഡൊമിനിക് സാവിയ പുണ്യാളച്ചൻ നന്നേ ചെറുപ്പത്തിലെ അത് ശീലിച്ചു. തമ്പുരാൻ കൂടെയുണ്ട്, ഞാൻ തമ്പുരാൻ്റെ കൂടെയാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് എൻ്റെ തമ്പുരാൻ വിളിക്കുമ്പോൾ കൂടെ പോകാൻ. ഈ നന്മയുടെ ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഡൊമിനിക് സാവിയ പുണ്യാളച്ചൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.